കവർച്ച നടത്തിയ ശേഷം പ്രതികൾ നാമക്കല്ലിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. രാവിലെ 8:50ഓടെയാണ് പ്രതികൾ നാമക്കല്ലിൽ എത്തിയത്. ദേശീയപാതയിൽ കുമാരപാളയത്ത് വെച്ച് പോലീസ് കൈകാണിച്ചിട്ടും വാഹനം നിർത്തിയില്ല. പോലീസ് പരിശോധന ഭയന്ന് പ്രതികൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളും CCTVയിലുണ്ട്. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ അറക്കൽ, ആസൂത്രിതമായ ഒരു മോഷണമായിരുന്നു ഇത്. കൃത്യമായി ATMകൾ തെരഞ്ഞെടുത്ത് മോഷ്ടിക്കുന്ന ഒരു കവർച്ചാ രീതിയുള്ള ഒരു സംഘമാണ് എന്ന നിഗമനത്തിലേക്കാണോ നാമക്കൽ പോലീസ് ചോദ്യം ചെയ്യലിൽ നിന്ന് എത്തിയിരിക്കുന്നത്? സുജയ, ഈ തൃശൂർ ATM കവർച്ചാ കേസിലെ പ്രതികളെ തമിഴ്നാട്ടിൽ വെച്ച് പോലീസ് പിടികൂടിയത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളാണ് തമിഴ്നാട് പോലീസും അതുപോലെ തന്നെ കേരള പോലീസും നടത്തിയിരുന്നത്. എന്തിനാണ് പ്രതികൾ തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് തന്നെ മോഷണം ആസൂത്രണം ചെയ്തു തുടങ്ങി? വലിയ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഈ പൂർത്തിയായതിനു ശേഷമാണ് നാമക്കൽ SP ആയിട്ടുള്ള രാജേഷ് കണ്ണൻ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവെച്ചത്. ഹൈവേ പ്രത്യേകിച്ചും ഈ ദേശീയപാത ഓരത്തുള്ള അല്ലെങ്കിൽ സമീപത്തുള്ള ATMകൾ കേന്ദ്രീകരിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയിരുന്നത്. SBI ബാങ്കിന്റെ ATMകളാണ് പ്രതികൾ പ്രധാനമായും തെരഞ്ഞെടുത്തിരുന്നത്. ഇതിൽ തന്നെ പഴയ മോഡൽ ATM മെഷീനുകളാണ് മോഷണത്തിന് വേണ്ടി പ്രതികൾ തെരഞ്ഞെടുത്തിരുന്നതാണ് നാമക്കൽ SP പറയുന്നത്. ഈ കവർച്ചയ്ക്ക് എളുപ്പമുള്ളത് ഈ പഴയ മോഡൽ ATM മെഷീനുകളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മെഷീനുകൾ തന്നെ കേന്ദ്രീകരിച്ച് മോഷണം നടത്താൻ ഈ ടീം തയ്യാറെടുത്തിരുന്നത്. നിരവധി കേസുകളിൽ പ്രതികളായ ആളുകളാണ്. ഇതൊരു കൊള്ള സംഘമാണ്. നിരവധി മോഷണ കേസുകളിലും ഇവർ പ്രതികളാണ് എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത്. ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്.